പ്രസിഡന്റ് റജീബ് തയ്യിബ് എർദോഗന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയും ഇസ്താംബുൾ മേയറുമായ ഇക്രം ഇമാമോഗ്ലുവിന്റെ അറസ്റ്റിന് പിന്നാലെ തുർക്കിയിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം തുടരുന്നു. ഇസ്താംബുളിന് പിന്നാലെ അങ്കറയിലും ഇസ്മീറിലും പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയാണ്. 1000-ലധികം ആളുകളെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് പ്രതിഷേധം അരാജകത്വം സൃഷ്ടിക്കുകയാണെന്ന് പ്രസിഡന്റ് എർദോഗൻ ആരോപിച്ചു. തുർക്കിയിൽ പ്രതിഷേധം 6ാം രാത്രിയിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എർദോഗാന്റെ മുഖ്യ എതിരാളിയും ഇസ്താംബുൾ മേയറുമായ ഇക്രം ഇമാമോഗ്ലുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കഴിഞ്ഞ ബുധനാഴ്ച പ്രക്ഷോഭം ആരംഭിച്ചത്. പ്രതിഷേധത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ദുഷ്ടശ്രമമെന്നാണ് പ്രസിഡന്റ് എർദോഗാൻ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച ഇസ്താംബുളിൽ ആരംഭിച്ച പ്രതിഷേധം തുർക്കിയിലെ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. തുർക്കിയിലെ 81 പ്രവിശ്യകളിൽ 55 റാലികൾ നടന്നു. 2013 ശേഷം രാജ്യം കാണുന്ന ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് തുർക്കിയിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇമാമോഗ്ലുവിനൊപ്പം രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും വ്യവസായികളുമടക്കം 100-ലധികം ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമാമോഗ്ലുവിന്റെ അറസ്റ്റ് ജനമനസ്സിനെ മുറിവേൽപ്പിച്ചുവെന്നാണ് ഇമാമോഗ്ലുവിന്റെ ഭാര്യ ദിലക് ഗായ പറഞ്ഞത്. കൈക്കൂലി, കുറ്റകൃത്യ സംഘടനയെ നയിക്കൽ, അഴിമതി, നിയമവിരുദ്ധമായി വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇമാമോഗ്ലുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സിലിവ്രിയിലെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയുടെ ഏക പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ് ഇക്രം ഇമാമോഗ്ലു. നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി തുടരാൻ തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അയോഗ്യനാകും. ഇതിനിടെ ക്രമക്കേടുകൾ ആരോപിച്ച് ഇമാമോഗ്ലുവിന്റെ ബിരുദം പിൻവലിക്കുകയാണെന്ന് ഇസ്താംബുൾ സർവകലാശാല പ്രഖ്യാപിച്ചത് ആശങ്കയായി. ഈ തീരുമാനം ശരിവയ്ക്കപ്പെട്ടാൽ ഭരണഘടനയനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയില്ലെങ്കിൽ മത്സരിക്കാനാവില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.